മീഡിയാടെക്കിന്റെ മീഡിയാടെക് ഡിമെൻസിറ്റി 8400 എന്നുള്ള പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 8400 എന്നുള്ള പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. പിന്നെ ഒക്ടാകോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. ഇതിൽ 3.25 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A725ന്റെ ഒരു കോറും അതുപോലെ തന്നെ 3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A725ന്റെ 3 കോറുകളും പിന്നെ 2.1 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A725ന്റെ 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. ഇപ്പം പഴയ മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറിന്റെ സക്സസർ ആയിട്ടാണ് ഈ പ്രോസസ്സർ വരുന്നത്. ഇപ്പം ആ ഒരു പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 41% ബെറ്റർ ആയിട്ടുള്ള മൾട്ടി കോർ പെർഫോമൻസ് ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 44% കുറഞ്ഞൊരു പവർ കൺസംഷൻ ആയിരിക്കും ഇതിൽ വരിക. അപ്പം CPU കാര്യത്തിലൊക്കെ അത്യാവശ്യം അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി GPUയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാലി G720 എന്നുള്ള GPU ആണ് ഇതിൽ വരുന്നത്. ഇപ്പം പീക്ക് പെർഫോമൻസ് 24% ബെറ്റർ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പവർ എഫിഷ്യൻസി 42% ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിൽ മീഡിയാടെക്കിന്റെ ഫ്രെയിം റേറ്റ് കൺവേർട്ടർ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിന്റെ അഡാപ്റ്റീവ് ഗെയിമിംഗ് ടെക്നോളജി എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. അപ്പോൾ CPU കാര്യത്തിലും GPUയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം അപ്ഗ്രേഡ്സുമായിട്ടാണ് ഈ ഒരു പ്രോസസ്സർ വരുന്നത്. പിന്നെ ഇതിൽ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ NPUയുടെ കാര്യത്തിൽ മീഡിയാടെക് NPU 880 ആണ് വരുന്നത്. പിന്നെ ഇതിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി അഗ്നറ്റിക് AI എഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേബിൾ ഡിഫ്യൂഷന്റെ ലേറ്റസ്റ്റ് വെർഷനൊക്കെ 21% ഫാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതായിരിക്കും പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ WQHD+ ഡിസ്പ്ലേ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണെന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡ്യുവൽ സ്ക്രീനിന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ മീഡിയാടെക്കിന്റെ ImageQ1080 ISPയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 320 മെഗാ ക്യാമറ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 32+32+32 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ബ്ലൂടൂത്തിന്റെ കാര്യത്തിൽ ബ്ലൂടൂത്ത് 5.4ന്റെ സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ വൈഫൈയുടെ കാര്യത്തിൽ വൈഫൈ 6E സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 5.17 GB/s വരെ എത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ആദ്യം റെഡ്മിയുടെ ടെർബോ 4 എന്നുള്ള സ്മാർട്ട് ഫോണിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക. ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോക്കോ X7 Pro എന്ന പേരിലും വരുന്നതായിരിക്കും. പിന്നെ ബാക്കി ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ നമുക്ക് ഒരു 22,000 to 30,000 അല്ലെങ്കിൽ ഓഫ്ലൈൻ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 40,000 രൂപ വരെ വരുന്ന പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ നമുക്ക് ലഭിച്ചേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇപ്പം പോക്കോയുടെ ബ്രാൻഡിങ്ങിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു മീഡിയം പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഓഫ്ലൈൻ ഫോൺസ് ആകുമ്പോൾ വില കുറച്ചും കൂടിയൊക്കെ കൂടുന്നതായിരിക്കും. ഇവൻ 35,000 രൂപ പ്രൈസ് റേഞ്ചിലും 40,000 രൂപ പ്രൈസ് റേഞ്ചിലും ഒക്കെ എത്തിയേക്കാം. എന്തായാലും മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ പുതിയൊരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോസസ്സറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ളൊരു പ്രോസസ്സർ നിങ്ങൾ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.